സങ്കീർത്തനങ്ങൾ അധ്യായം 115. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കർത്താവ് എൻ്റെ അപേക്ഷയുടെ ശബ്ദം കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ എന്നെ വിളിക്കുന്ന ദിവസത്തിൽ തൻ്റെ ചെവി എൻ്റെ അടുക്കലേക്ക് ചായിക്കും. എന്തെന്നാൽ മരണവേദനകൾ എന്നെ ചുറ്റി, പാതാള ഞെരുക്കങ്ങൾ എന്നെ സമീപിച്ചു, കഷ്ടതയും ദുരിതവും എനിക്ക് ഭവിച്ചു. അപ്പോൾ കർത്താവേ, എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ തിരുനാമം വിളിച്ചപേക്ഷിച്ചു. കർത്താവേ, നീ കാരുണ്യവാനും നീതിമാനുമാകുന്നു, നീ ദയാലുവായ ദൈവമാകുന്നു. കർത്താവ് പരമാർത്ഥികളെ പാലിക്കുന്നു. ഞാൻ ക്ഷീണിച്ചു പോയി, ഞാൻ എന്നെ രക്ഷിച്ചു. എൻ്റെ ആത്മാവേ, നിന്റെ വിശ്രമത്തിലേക്ക് തിരിഞ്ഞുകൊള്ളുക. എന്തെന്നാൽ കർത്താവ് നിനക്ക് പ്രതിഫലം നൽകിയിരിക്കുന്നു. എൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ പിഴകളിൽ നിന്നും നീ രക്ഷിച്ചു. ഞാൻ ദൈവത്തിരുമുമ്പാകെ ജീവനുള്ളവരുടെ ദേശത്ത് എന്നെ പ്രസാദിപ്പിക്കേണ്ടതിന് തന്നെ ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഞാൻ വളരെ ദണ്ഡനം സഹിച്ചു. എല്ലാ മനുഷ്യരും വ്യാജമുള്ളവരെന്ന് ഞാൻ എൻ്റെ പരിശ്രമം കൊണ്ട് പറഞ്ഞു. എന്നോടുള്ള കർത്താവിൻ്റെ സർവോപകാരങ്ങൾക്കും പകരം ഞാൻ എന്തു കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിൻ്റെ തിരുനാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ എൻ്റെ കർത്താവിന് എൻ്റെ നേർച്ചകളെ സകല ജനവും കാണെ കഴിക്കും. എൻ്റെ നീതിമാന്മാരുടെ മരണം കർത്താവിൻ്റെ മുമ്പാകെ വിലയേറിയതാകുന്നു. കർത്താവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ പുത്രനുമാകുന്നു. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചുവല്ലോ. ഞാൻ കർത്താവിന് സ്തോത്രബലികൾ അർപ്പിച്ചു, തൻ്റെ തിരുനാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ കർത്താവിന് എൻ്റെ നേർച്ചകളെ സകല ജനവും കാണുകയും കർത്താവിൻ്റെ ഭവനത്തിൽ പ്രകാരത്തിലും യെരൂശലേമേ നിന്റെ ഉള്ളിലും വച്ച് കഴിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ